വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടാവും ഏകവചനം ബഹുവചനം എന്നൊക്കെ. എന്താണ് ഈ ബഹുവചനവും ഏകവചനവും? ബഹുവചനം എന്നാൽ ഒരേ കാര്യത്തെ പോലെ കുറേ എണ്ണം ഉള്ളതിനെയാണ്. അതായത് ഇപ്പോൾ ഒരാള് എന്നതാണെങ്കിൽ അത് ഏകവചനമാണ്. ഒരു വ്യക്തി അത് ഏകവചനമാണ്. പക്ഷെ ഒരുപാട് പേരുണ്ടെങ്കിലോ അത് ബഹുവചനമായി മാറുന്നുണ്ട്. ഹിന്ദിയിലും ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ. ഒരു വസ്ത്രമാണെങ്കിൽ നമ്മൾ അതിനെ കപ്പട എന്ന് പറയും. കപ്പട, ഒരു വസ്ത്രം, കപ്പട. ഇനി ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലോ അതിനെ നമ്മൾ കപ്പഡേ എന്നാക്കി മാറ്റും. കപ്പഡേ. ഇനി അതുപോലെ ഒരു ഇലയാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ പത്ത എന്ന് പറയും. ഇലയ്ക്ക് ഹിന്ദിയിൽ പത്ത എന്നാണ് പറയാ. ഒരുപാട് ഇലകൾ ഉണ്ടെങ്കിലോ പത്തേ എന്നാക്കി മാറ്റും. അതുപോലെ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അതിനെ ബച്ച എന്ന് പറയും. ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിലോ ബച്ചേ എന്ന് പറയും. കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുള്ളതിന് നമ്മൾ ബച്ചേ എന്നാണ് പറയാ. ഇനി ഇതുപോലെ തന്നെ വചനം മാറാത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ഏകവചനാവുമ്പോഴും ബഹുവചനാവുമ്പോഴും സെയിം തന്നെ നിൽക്കുന്ന കുറച്ച് വേർഡ്സും ഉണ്ട്. ഉദാഹരണത്തിന് ഘർ എന്നത്, വീട് എന്നതിന്റെ ഹിന്ദിയാണ് ഘർ. ഇത് ഒരുപാട് വീടുണ്ടെങ്കിലും ഒരു വീടാണെങ്കിലും ഘർ എന്ന് തന്നെയാണ് പറയുക. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് കുറച്ച് ഉദാഹരണം വെച്ച് മാത്രമാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളുടെ ഹിന്ദി യൂണിയുടെ ഹിന്ദി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ പഠിച്ച് ഹിന്ദി ഭാഷയിൽ നിങ്ങൾക്കും മാസ്റ്റർ ആവാം. സോ ഐ होप इट्स क्लियर. मिलते हैं अगले वीडियो में. तब तक के लिए बाय बाय.